Dear students, today we are going to discuss income and expenditure account. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ട്രേഡിംഗ് കൺസേൺ. ഒരു ട്രേഡിംഗ് കൺസേൺ എങ്ങനെയാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് and is debited with all expenses and losses and credited with all incomes and gains. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ്, അതായത് എല്ലാ എക്സ്പെൻസുകളും എല്ലാ ലോസുകളും ഡെബിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എല്ലാ ഇൻകംസുകളും എല്ലാ ഗെയിൻസുകളും ക്രെഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. അതായത് ഒരു ട്രേഡിംഗ് കൺസേണിൽ നെറ്റ് പ്രോഫിറ്റ് ഏതാണോ അത് തന്നെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ സർപ്ലസ്. അതായത് ചെലവിനെക്കാട്ടിലും കൂടുതലായി വരുന്ന അല്ലെങ്കിൽ അധികമായി വരുന്ന ഇൻകം ആണ് ഇവിടുത്തെ സർപ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇനി ചെലവ് അധികമായിട്ട് വരികയാണെങ്കിൽ അത് അവിടെ ഡെഫിസിറ്റ് ആയിരിക്കും. ഇപ്പൊ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ് ഡെഫിസിറ്റ്. ഇത്രയുമാണ് നമ്മളൊരു ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയാനുള്ളത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഒരു ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ടു പ്രിപ്പയർ an income and expenditure account from the recipient payment account. ഒരു റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്. അപ്പോൾ ക്യാഷ് ബാലൻസിൻ്റെയും ബാങ്ക് ബാലൻസിൻ്റെയും ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസിൻ്റെയും ഒമിറ്റ് ചെയ്യാതെ ഒഴിവാക്കുക. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്യാഷിൻ്റെയോ ബാങ്കിൻ്റെയോ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ലീവ് ഓൾ ദോസ് ഐറ്റംസ് വിച്ച് ആർ ക്യാപിറ്റൽ നാച്ചർ. അതായത് റവന്യൂ ഐറ്റംസ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഇൻകം ആണെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എന്താണ് എല്ലാ ക്യാപിറ്റൽ ഐറ്റംസും, അതായത് ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെന്റ്സുകളും ഇവിടെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകംസും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ റവന്യൂ പേയ്മെന്റ്സും അതുപോലെ എന്താണ് റവന്യൂ ഇൻകംസും അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് മാത്രമേ ഇവിടേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെന്റ്സും എന്ത് ചെയ്യണം? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ഇനി അടുത്ത പോയിന്റ് ആണ് ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ഫോർ കറന്റ് പീരിയഡ്. ഈ കറന്റ് പീരിയഡിലേക്കുള്ള ഐറ്റംസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ ഉണ്ടായിരിക്കും,
വരാൻ പോകുന്ന വർഷത്തെ കണക്കുകൾ ഉണ്ടായിരിക്കും, ഈ വർഷത്തെയും കണക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കറന്റ് പീരീഡിലെ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഈ വർഷത്തെ ചെലവും ഈ വർഷത്തെ വരവും മാത്രമേ എവിടേക്ക് എടുക്കാൻ പാടുള്ളൂ? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അതായത് എക്സ്ക്ലൂഡ് ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ പ്രൊസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരിയഡ്സ്. പ്രൊസീഡിംഗ് പീരിയഡ്സിലെയും സക്സീഡിംഗ് പീരിയഡ്സിലെയും ഐറ്റംസ് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം, അത് ഒഴിവാക്കണം. ഈ പോയിന്റ് എന്താണ്? ഈ വർഷത്തെ ചെലവുകളും ഈ വർഷത്തെ വരുമാനങ്ങളും എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. കഴിഞ്ഞ വർഷത്തെയോ വരാൻ പോകുന്ന വർഷത്തെ ഐറ്റംസ് എടുക്കാൻ പാടില്ല. എന്താണ്? മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്രൂഡ് ഇൻകംസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻകംസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യണം? അവിടെ നടത്തണം. അതായത് അക്രൂഡ് ഇൻകംസിന്റെ അഡ്ജസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഇതിൻ്റെയൊക്കെ എന്താണ്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? ഇവിടെയും അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതുപോലെ മേക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ബാഡ് ഡെപ്റ്റിന്റെയും അതുപോലെ തന്നെ ഡിപ്രീസിയേഷന് അതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം? പ്രൊവിഷൻസ് എന്ത് ചെയ്യണം? അവിടെ നൽകണം. ഇത്രയുമാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ എടുക്കാൻ പാടില്ല. അതുപോലെ റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ പേയ്മെന്റ്സുകളും മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ക്യാപിറ്റൽ പേയ്മെന്റും ക്യാപിറ്റൽ റെസിപ്റ്റും എക്സ്ക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ വർഷത്തെ കറന്റ് പീരീഡിലെ ഐറ്റംസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സക്സീഡിംഗ് പീരീഡിലെയും അതുപോലെ എന്താണ് സക്സീഡിംഗ് പീരീഡ്സ് അതുപോലെ പ്രൊസീഡിംഗ് പീരീഡ്സ് ഈ രണ്ട് ഐറ്റംസ് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ വേണ്ട അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യണം. അതുപോലെ ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ അതിൻ്റെയൊക്കെ പ്രൊവിഷൻസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് ചെയ്യുക. അതുപോലെ എന്താണ്? അവിടെ കൂടുതൽ ഇൻകംസ് ആണെങ്കിൽ സർപ്ലസ് ആയിരിക്കും, കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അവിടെ നിന്നായിരിക്കും ഡെഫിസിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അതിലൂടെ എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സ്റ്റുഡൻസ്, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ഫ്രം ദി ഫോളോവിംഗ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31 ഡിസംബർ 2014. ഇപ്പോൾ താഴെ നൽകിയിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഡിസംബർ 31, 2014 ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31 ഡിസംബർ 2014. അതിൽ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റ് സൈഡ് ആണ്, ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡ് ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്താണ്? റെസിപ്റ്റ് സൈഡ് നോക്കുന്നു. ക്യാഷ് ഇൻ ഹാൻഡ്, അവിടെ എന്താണ്? ഡേറ്റ് ഉണ്ട് 1/1/2014. അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, അതൊന്നാണ് അതേ ഡേറ്റ് തന്നെയാണ്. മീൻസ് അതെന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷിന്റെയും ബാങ്കിന്റെയും ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം, അത് ഒമിറ്റ് ചെയ്യണം, എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് എന്താണ്? നമുക്കിവിടെ എടുക്കാൻ പാടില്ല. ഇനി സബ്സ്ക്രിപ്ഷൻ 2013 32,000, 2014 3,30,000, 2015 9,000. ഇവിടെ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ വർഷം ഏതാണ്? 2014, 2014 കറന്റ് പീരീഡ്. ഈ കറന്റ് പീരീഡിലെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഇവിടേക്ക് എടുക്കാൻ പാടുള്ളൂ. അതായത് 2,30,000 മാത്രമാണ് ഇവിടേക്ക് എടുക്കാൻ പാടുള്ളത്. 2013 2015 സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ഡൊണേഷൻ ഫോർ പവലിയൻ 15,000. ഡൊണേഷൻ ഫോർ പവലിയൻ എത്രയാണ്? 15,000. അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, സ്പെസിഫിക് ഫണ്ട് ആണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ റെസിപ്റ്റ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? റവന്യൂ റെസിപ്റ്റുകൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടുള്ളൂ. എൻട്രൻസ് ഫീസ് 25,000. അത് ക്യാപിറ്റലൈസ്ഡ് ആണോ ക്യാപിറ്റലൈസ്ഡ് അല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്നാണ് നമുക്ക്
റവന്യൂ റെസിപ്റ്റായി പരിഗണിച്ച് എന്ത് ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ഇൻട്രസ്റ്റ്, അത് റവന്യൂ റെസിപ്റ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. ലോക്കർ റെന്റ് അതെന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. ഇത്രയുമാണ് റെസിപ്റ്റ് സൈഡിലുള്ളത്. ഇനി പേയ്മെന്റ് സൈഡ് നോക്കുക. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി റവന്യൂ പേയ്മെന്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. റെന്റ് ആൻഡ് ടാക്സസ് എന്താണ്, റവന്യൂ പേയ്മെന്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. ടെലിഫോൺ ചാർജും റവന്യൂ പേയ്മെന്റ് ആണ്. വേജസ് ആൻഡ് സാലറീസ് റവന്യൂ പേയ്മെന്റ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം റവന്യൂ പേയ്മെന്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കണം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് 2,20,000. അത് എന്താണ്, ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. എന്താണ്, ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. എവിടേക്ക് എടുക്കാൻ പാടില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. കാരണം അത് റവന്യൂ പേയ്മെന്റ് അല്ല, ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 31/12/2014. അതെന്താണ്, ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ബാങ്കിന്റെയോ ക്യാഷിന്റെയോ ക്ലോസിംഗ് ബാലൻസും എവിടേക്ക് എടുക്കാൻ പാടില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഏതെല്ലാം ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കും, ഏതെല്ലാം ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് നാം ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതിന്റെ ഫോർമാറ്റ് എന്താണ്, എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിന്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഏതായാലും എന്താണ്, നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ ചെയ്യുകയാണ് സ്റ്റുഡൻസ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എന്താണ് ഹെഡിങ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ആ ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. 31 December 2014 എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അതുകൊണ്ട് എന്താണ്, ആ ഒരു ഡേറ്റ് കൊടുത്തു. ഇനി ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് ഇൻകംസ്. ഇപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് ആയിരിക്കും. ആ റെസിപ്റ്റ് മൊത്തം എന്താണ്, അവിടുത്തെ റവന്യൂ ഐറ്റംസ് മൊത്തം ഇവിടുത്തെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ്, പേയ്മെന്റ് ആയിരിക്കും. ആ പേയ്മെന്റിലെ റവന്യൂ പേയ്മെന്റ്സുകളാണ് എക്സ്പെൻഡിച്ചർ സൈഡിലേക്കും വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇൻകം സൈഡ് ചെയ്യാം. ഇൻകം സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ 2014 മാത്രമേ എടുക്കുള്ളൂ. കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെയോ എന്താണ് സബ്സ്ക്രിപ്ഷൻ ഇവിടേക്ക് എടുക്കാൻ പാടില്ല. എന്ത് മാത്രം എടുക്കാൻ പാടുള്ളൂ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ്, 2,30,000. 2,30,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ. 2013-15 ഇവിടെ പരിഗണിക്കേണ്ടതില്ല. അതുപോലെ എൻട്രൻസ് ഫീസ് എന്താണ്, എൻട്രൻസ് ഫീസ് എമൗണ്ട് എത്രയാണ്, 25,000. നെക്സ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, 15,000. ലോക്കർ റെന്റ് 45,000. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇൻകം സൈഡിൽ വരേണ്ടത്. അതായത് റവന്യൂ ഐറ്റംസ് മാത്രമേ ഇവിടേക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ 2,30,000, എൻട്രൻസ് ഫീസ് 25,000, ഇൻട്രസ്റ്റ് 15,000, ലോക്കർ റെന്റ് 45,000. ഇത്രയും ഐറ്റംസ് ആണ് റവന്യൂ ഐറ്റംസ് ആയി വരുന്നത്. അത് ഇൻകം സൈഡിലേക്ക് എടുത്തു. ഇനി റവന്യൂ പേയ്മെന്റ്സുകളാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ റവന്യൂ പേയ്മെന്റ്സുകൾ എന്ത് ചെയ്യണം, അത് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കൊണ്ടുവരണം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 36,500. അതുപോലെ റൈറ്റ്സ് ആൻഡ് ടാക്സസ്
Rights and taxes. Rights and taxes 16,000. 16,000. അതുപോലെ ടെലിഫോൺ ചാർജ്. ടെലിഫോൺ ചാർജ് എമൗണ്ട് എത്രയാണ്? 3,100. 3,100. നെക്സ്റ്റ് വേജസ് ആൻഡ് സാലറീസ് 9,000. വേജസ് ആൻഡ് സാലറീസ് 9,000. വേജസ് ആൻഡ് സാലറീസ് 9,000. ഇൻഷുറൻസ് പ്രീമിയം 16,000. സോറി, വേജസ് ആൻഡ് സാലറീസ് എമൗണ്ട് എത്രയാണ്? വേജസ് ആൻഡ് സാലറീസ് 90,000 ആണ്. വേജസ് ആൻഡ് സാലറീസ് 90,000 ആണ്. ഇൻഷുറൻസ് പ്രീമിയം 16,000. ഇൻഷുറൻസ് പ്രീമിയം 16,000. ഇത്രയുമാണ് റവന്യൂ പേയ്മെന്റ്സിൽ വരുന്നത്. അതെല്ലാം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുത്തു. റവന്യൂ ഇൻകംസ് എല്ലാം ഇൻകം സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാല് ഈ സൈഡ് എന്ത് ചെയ്യുക? മൊത്തം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ സൈഡ് എന്ത് ചെയ്യുക? മൊത്തം എന്ത് ചെയ്യുക? ഇതുപോലെ ആഡ് ചെയ്യുക. രണ്ട് സൈഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ നിന്നാണ് 2,30,000. ഈ സൈഡ് ആയിരിക്കും കൂടുതൽ. എന്നിട്ട് എന്താണ്? ഈ സൈഡ് മൊത്തം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,15,000. 3,15,000. അതായത് ക്രെഡിറ്റ് സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 3,15,000. 3,15,000 ആണ് ക്രെഡിറ്റ് എമൗണ്ട്. ഈ 3,15,000 നിന്നും ഈ എമൗണ്ട് എന്താണ്? മൊത്തം ചെയ്യാം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും? 1,53,400. 1,53,400. ഇതെന്താണ്? ഇതാണ് ഇതിന്റെ ബാലൻസിങ് ഫിഗർ. അതായത് ഈ ഒരു 3,15,000 നിന്നും ഇത്രയും എമൗണ്ട് എന്താണ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,53,400. അതാണ് ബാലൻസ്. ഈ ബാലൻസിന് എന്ത് വിളിക്കുന്നു? സർപ്ലസ്. സർപ്ലസ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇവിടെ ഇൻകംസ് കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണ്. അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അതായത് ചെലവിനെക്കാട്ടിലും കൂടുതൽ വരുമാനം വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് വിളിക്കും? സർപ്ലസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ സൈഡിൽ കുറവും ഈ സൈഡ് കൂടുതലുമാണെങ്കിൽ ഇവിടേക്ക് എന്ത് വരും? ബാലൻസ് വരും. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അതെന്താണ്? സർപ്ലസ് ആയിരിക്കും. ഇത് ഇവിടേക്കാണ് എഴുതുന്നതെങ്കിലോ ഡെഫിസിറ്റ് ആയിരിക്കും. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യാം. എത്രയാണ്? 3,15,000. ഇവിടെയും 3,15,000. അപ്പോൾ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സർപ്ലസ് ആണ് വരുന്നത്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കൂടുതൽ എമൗണ്ട് ഉണ്ടായാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ബാലൻസ് എന്താണ്? കുറവുള്ള സൈഡിലേക്കാണ് എഴുതുന്നത്. സർപ്ലസ് ആയിട്ട് വരും. 1,53,400. ഇത്രയുമാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്റ്റുഡൻസ്, ഇത്രയും നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.